എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഒരു വിനീതമായ നമസ്കാരം. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ടതായ ഒരു സംഭവത്തെ തുടർന്നുള്ള ഒരു വീഡിയോ. അതായത് നമ്മുടെ മിമിക്രി ആക്ടർ സുധി കൊല്ലം സുധിയുടെ വൈഫായിരിക്കുന്ന രേണു സുധി എന്ന ആ പ്രിയപ്പെട്ട സഹോദരിയെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെയധികം വാരി അലക്കിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. ഇതിൽ ആ പെൺകുട്ടി വളരെയധികം കരഞ്ഞുകൊണ്ട് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ജീവിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ജീവിതം താളം തെറ്റി പോകാതിരിക്കാനും ജീവിതത്തിൽ വഴിപിഴച്ചു പോകാതിരിക്കാനും തന്നിൽ സുധി എന്ന കലാകാരനെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നിൽ അടങ്ങിയിരുന്ന കുറച്ച് കഴിവുകൾ ആ കലാകാരൻ്റെ മരണത്തിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് ലോകരുടെ മുമ്പിൽ കഴിവുകൾ കാട്ടി അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ കൊണ്ട് ജീവിച്ച് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയെ കോട്ടയം വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഒരു തെരുവ് പ്രോഗ്രാം വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രേണു സുധി കൈക്കുഞ്ഞുമായിട്ട് അവിടെ വന്ന് ഇറങ്ങി. അപ്പം മറ്റൊരു സഹോദരി കൂടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊരു ബേക്കറിയിൽ കയറി വെള്ളം എന്തൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടു. പക്ഷേ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ചലച്ചിത്ര ഗാനങ്ങളാണ് ഞാനവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവർക്ക് കേൾക്കാം. കുറച്ച് കഴിഞ്ഞ് ഞാൻ സാധാരണ എവിടെയെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ പ്രോഗ്രാമിന് ശേഷം ആരെങ്കിലും വിശന്നിരിക്കുന്നുവെങ്കിൽ, ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടി കഴിയുന്നെങ്കിൽ അവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആ ഒരു കർത്തവ്യം കൂടെ നിർവഹിച്ചിട്ട് മാത്രമേ ഞാൻ ആ വേദി വിടാറുള്ളൂ. ഇതിൻ്റെ ഒരു ചാരിറ്റി പ്രവർത്തനം. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ നിർദ്ധരനും നിരാലംബരുമാകുന്ന നിരവധി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. അത് ഒരു മാസം കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. എവിടെയെങ്കിലും പ്രോഗ്രാം അഥവാ ചെയ്താലും അവസാന നിമിഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ അവിടെ നിന്ന് പിരിയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ മരണപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് ഇറങ്ങാത്തത്. ഞാനും എൻ്റെ മോനും മാത്രമാണ് ഇപ്പോൾ തനിച്ചുള്ളത് ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ സോഷ്യൽ മീഡിയ കൂടുതൽ നമുക്ക് കാണാനും കേൾക്കാനും ഗ്രഹിക്കാനൊക്കെ കഴിയുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു താത്ത ഈ രേണുവിനെ കുറ്റം പറയുന്നത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വേറെ ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ എല്ലാം കൂടി സ്ത്രീകൾ ഒരിക്കലും ഇവളെ രക്ഷപ്പെടരുത് എന്നുള്ള രീതി. സോഷ്യൽ മീഡിയയാണിത്, ഇത് പ്ലാറ്റ്ഫോമാണ്. ആർക്കും എന്തും പറയാം, പ്രവർത്തിക്കാം. സ്വന്തം സ്ത്രീകളുടെ സ്വന്തം നഗ്നത വരെ വെളിയിൽ കാണിച്ചിട്ട്, അതായത് മനുഷ്യൻ താലോലിക്കുന്ന അവയവങ്ങൾ പോലും പുറം ലോകത്തിൽ മാനവരാകുന്ന വ്യക്തിജീവിതങ്ങളെ കാണിച്ച് കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയാണിപ്പം പൊതുവായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗ്നത എന്ന് പറയുമ്പോൾ പരിപൂർണ്ണ നഗ്നതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് കാലത്ത് സ്ത്രീകൾ വളരെയധികം അച്ചടക്കത്തോടു കൂടി ഭവനങ്ങളിൽ കഴിഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്ന് അങ്ങനെയല്ല. സ്ത്രീകൾ എവിടെ നോക്കിയാലും ഒരു അവർക്ക് മുൻഗണന കിട്ടണമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഒന്നാമത് സോഷ്യൽ മീഡിയയൊക്കെ ആയപ്പോൾ ഇത് വീഡിയോ ഒക്കെ വൈറലായി കഴിഞ്ഞാൽ പിന്നെ പൈസയാവും, ആസ്തിയാവും. ചിലർ ബ്ലോഗർമാരായിട്ട് രാജ്യാന്തരങ്ങൾ ചുറ്റിക്കറങ്ങുകയാണ്. സ്വന്തം ഭവനത്തിൽ നിന്ന് പിടിവിട്ട് അന്താരാഷ്ട്ര രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ഇവർക്ക് ബന്ധുക്കളുണ്ടോ, മിത്രാദികളുണ്ടോ, കൂട്ടുകാരുണ്ടോ എന്നുള്ളതല്ല. അവരങ്ങ് ധൈര്യമായിട്ട്
പുറപ്പെടുകയാണ്. അത് 10, 21, 25 വയസ്സിനകത്തൊക്കെ പ്രായമുള്ള പെൺകുട്ടികൾ. അങ്ങനെയാണല്ലോ ഒട്ടകത്തിൻ്റെ പുറത്തോ അങ്ങാണ്ട് പോയപ്പോൾ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്. പിന്നെ വ്ളോഗർമാർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നില്ല. രേണുസുധിയുടെ ജീവിതത്തിലെ ചില കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് ആ പെൺകുട്ടിയെ ഈ ഒരു സീരിയലിലേക്കും ഷോർട്ട് ഫിലിമിലേക്കും ഒക്കെ നയിച്ചത്. മാത്രമല്ല, ഒരു സിനിമാ താരമായി തീർന്നാൽ അതിലൂടെ ഒരു വലിയൊരു ഭാവി ഉണ്ടാകുമല്ലോ. അപ്പോൾ സാമ്പത്തിക വഴികളുണ്ടാകും. സിനിമ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഒരു തൊഴിലാണ്. ആ സിനിമയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് സുഖമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പോറ്റിപ്പുണർത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിലൂടെയൊക്കെ കിട്ടുന്ന ആ ഒരു സമയം ആരുടെ മുമ്പിൽ കൈനീട്ടുണ്ടല്ലോ, ഭിക്ഷയിറക്കുണ്ടല്ലോ. സ്വന്തം കഴിവിനെ ലോകത്തിൽ പ്രകടിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു വരുമാനമല്ലേ. ഞങ്ങളൊക്കെ റോഡ് ഷോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. മാത്രമല്ല, മറ്റുള്ളവർക്ക് ഗുണവും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അപ്പം അതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇപ്പം ഈ രേണുസുധിയെ വാരി അലക്കിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് സുഭിക്ഷമായിട്ട് അടിച്ചു പൊളിക്കാമെന്നുള്ള രീതിയിലാണ് പല സോഷ്യൽ മീഡിയയിലും സ്ത്രീകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കഴിവ് വേണം. രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം രേണുസുധിക്ക് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ട്. ആ ഡാൻസ് കളിക്കാനായാലും പാടാനായാലും ആക്ട് ചെയ്യാനായാലും എന്തെങ്കിലും ഒരു കോക്രി കാണിക്കാനാണെങ്കിലും അവൾക്ക് കഴിവുണ്ട്. ഇതിനകത്ത് വരുന്ന ഈ താത്താമാർക്ക് കുറച്ച് ഗുണഗുണഗുണഗുണമെന്ന് പറഞ്ഞ് സംസാരിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ അറിയത്തില്ല, നഗ്നത കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊരു അവരുടെ ഒരു പ്രത്യേക തരം കണ്ടന്റ്. ഈ കണ്ടന്റ് ഇല്ലാത്തവരാണ് മറ്റൊരാളെ പിടിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വൈറലാകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ. അഭിനയിക്കാനാണെങ്കിൽ അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ അഭിനയിക്കുക, പാടാൻ കഴിവുണ്ടെങ്കിൽ പാടുക, പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രവർത്തിക്കുക. സ്വന്തം കഴിവായിരിക്കണം. അന്യനിൽ നിന്ന് കടമെടുത്തതോ അന്യൻ്റെ വിഷയങ്ങളോ ഒന്നുമല്ല സംസാരിക്കേണ്ടത്. സ്വന്തമായിട്ടുള്ള കഴിവുകളെ ലോകത്തോട് ഉപയോഗപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിച്ചാൽ അതിനകത്ത് ഒരു അന്തസ്സുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ പെൺകുട്ടി ഭിക്ഷയിറക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഭിക്ഷാടനത്തിന് പോകണമെന്നാണോ? അവളൊരു ഭിക്ഷക്കാരി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വന്നേനെ അല്ലേ? കാരണം പലയിടങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും കടവരാന്തകളിലും ഒക്കെ ഉറങ്ങി അനാഥയെപ്പോലെ പീറ ഡ്രസ്സുമൊക്കെ ഇട്ട് മറ്റുള്ളവൻ്റെ മുമ്പിൽ, ആണുങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയും അല്ലെങ്കിൽ ഒരു കാൾ ഗേളായിട്ട് ജീവിക്കുന്നതൊക്കെ കാണാനല്ലേ എല്ലാവരും സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ സമൂഹത്തിൽ നിന്ന് അതപ്പതിച്ചു പോകാതെ ഈ സമൂഹ മധ്യത്തിൽ ഒരു സോഷ്യൽ മീഡിയയുടെ വരുമാനം കൊണ്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വരുമാനം കൊണ്ടൊക്കെ അന്തസ്സായിട്ട് ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം ഒരു കഴിവിൻ്റെ ഉടമസ്ഥയായ ഒരു വ്യക്തിത്വത്തെ ലോകത്തിൽ ചവിട്ടി മെതിച്ച് തകർത്തുടച്ച് അതിനെ നശിപ്പിച്ച് അതിൻ്റെ ഭാവി ജീവിതം തൊലച്ച്, അല്ലെങ്കിൽ ആ മാതാപിതാക്കളും മക്കളും ഒക്കെ അവളുടെ ഒരു വരുമാനം കൊണ്ടാണ് ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ താമസിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാദർ ഒരു സ്ഥലം കൊടുത്തു, ദൈവനാമത്തിൽ കൊടുക്കുന്നത് ദൈവനാമത്തിലായിരിക്കണം. അല്ല രേണുസുധിയുടെ മേൽ കണ്ണു വെച്ചിട്ടോ, അല്ലെങ്കിൽ രേണുസുധിയുടെ മക്കളുടെ മേൽ കണ്ണു വെച്ചിട്ടോ, അല്ലെങ്കിൽ രേണുസുധിയുടെ മാതാപിതാക്കളുടെ മേൽ കണ്ണു വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ലോകത്തിൽ വൈറലാകാനോ ഒന്നും ചെയ്തതല്ലല്ലോ. ദൈവനാമത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് 1 സെൻറ്റ് ഭൂമി കൊടുത്താൽ അത് ദൈവം അനുഗ്രഹിക്കും. അതിന് പുള്ളിക്കാരൻ ഇപ്പോൾ ഇത്രയും കിടന്നുകൊണ്ട് പുഴേണ്ട ഒരു കാര്യവും സത്യത്തിലില്ല. ദൈവത്തിന് കൊടുത്തത് ദൈവത്തിന് കൊടുത്തതായിരിക്കണം, അല്ലെ മനുഷ്യർക്ക് കൊടുത്തത് മനുഷ്യർക്ക് കൊടുത്തതായിരിക്കണം. അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിന് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായിരിക്കണം.
അല്ലാതെ അത് വേറൊരു ലെവലിലേക്ക് പോകാൻ പാടില്ല. അപ്പം ആ ഫാദറിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട്. അപ്പം രേണുവിന് ഇത് ഫ്ലവേഴ്സ് TV ഇവർക്ക് താക്കോല് കൊടുക്കുന്നതിന് മുമ്പ്, ഇവർക്ക് ഈ വീട് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ശ്രീകണ്ഠൻ സാറും ഫ്ലവേഴ്സിൻ്റെ MD ആയിരിക്കുന്ന ഗോകുലം സാറും ഒക്കെ നേരിട്ട് ഇവരെ സ്റ്റേജിൽ വരുത്തി ഉള്ളൊരു പ്രോഗ്രാമൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച എന്നാന്ന് വെച്ചാൽ അതുങ്ങൾക്ക് അത് കിട്ടട്ടെ, ലഭിക്കട്ടെ, നന്നായി പോട്ടെ എന്നുള്ള ഒരു രീതിയിൽ ആണ് നമ്മൾ അന്ന് ചിന്തിച്ചത്. അല്ലാതെ അവർക്ക് കിട്ടുന്നതിൽ അസൂയ മറ്റൊരു രീതിയിലല്ല നമ്മളത് അതിനെ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ജീവിച്ചു പോകുന്നെങ്കിൽ പൊക്കോട്ടെ. ഈ സോഷ്യൽ മീഡിയ അതിനെ പ്രോത്സാഹനം ചെയ്ത് നല്ല രീതിയിൽ ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുന്നെങ്കിൽ ജീവിതം ഉണ്ടാകട്ടെ. ഇപ്പം ഒരു ആക്ടിങ്ങിന് പോകുമ്പോൾ ചിലപ്പം ഒരു കഥയുടെ അണിയറയിൽ നിന്നുകൊണ്ട് ചിലപ്പം കോരി എടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മുത്തം കൊടുത്തു, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു. അങ്ങനെയാണെങ്കിൽ അട്ടയാഭിലാഷമൊക്കെ കാണിക്കുന്നുണ്ടോ? അട്ടയാഭിലാഷമൊക്കെ കണ്ട ആ പെണ്ണുങ്ങളെയൊക്കെ വെച്ചുകൊണ്ട്. അപ്പം സോഷ്യൽ മീഡിയയിലൂടെ കയറി വരാനുള്ളൊരു വഴികളാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അട്ടയത്തിനെ എനിക്കറിയാം, ഞാൻ അവനും കൂടെ ഒരുമിച്ച് നിന്ന് പാടിയിട്ടൊക്കെ ഉള്ള എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഫ്രണ്ടാണ്, കലാകാരനല്ലേ. അപ്പം അവർക്ക് വളരാനുള്ളൊരു വേദികളാണ് അവർ നോക്കുന്നത്. അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചോ ഒക്കെ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പൊതുവിൽ ഇതെല്ലാം മോശകരമായ ഒരവസ്ഥ. രേണുവിൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ശ്രുതി മരിച്ചതിന് ശേഷം വളരെയധികം ദാരുണമാകുന്നൊരു സ്റ്റേജിൽ കൂടെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അത് അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വന്ന് ഉയർന്ന് നല്ലൊരു നിലവാരത്തിലേക്ക് ആ പെൺകുട്ടി ആയി. അതിൽ നമ്മൾ സന്തോഷിക്കും. സഹോദരങ്ങളെ, ഇതെല്ലാം നിർത്തി വച്ചിട്ട് നിങ്ങളുടെയൊക്കെ സ്വന്തം കഴിവ് സോഷ്യൽ മീഡിയയിൽ കാണിക്കും. ഉടകമ്പരാൻ നിങ്ങളുടെ കൂടെ കാണും കേട്ടോ. എനിക്ക് പാടാൻ കഴിവുന്നുണ്ട്, ഞാൻ ആ പാട്ട് ഉപയോഗിക്കുന്നു. സംസാരിക്കാൻ കഴിവുന്ന അത് ഉപയോഗിക്കുന്നു. വേറൊരാളെ പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല സത്യത്തിൽ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ വാക്കുകളെ പൂർണ്ണമാക്കുകയാണ്. എന്നും ഞാൻ രേണുസുധിയോടൊപ്പം ഉണ്ടായിരിക്കും, പിന്താങ്ങും. ഒരു കലാകാരി എന്ന നിലയ്ക്ക് സ്വന്തം കഴിവിനെ ലോകത്തിൽ കാണിച്ച് അത് അവതരിപ്പിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെയും ചീത്ത വിളിക്കരുത്. ചീത്ത വിളിച്ചാലും എനിക്കൊന്നുമില്ല. എൻ്റെ കാലേ കിടക്കുന്ന രോമം പോലെ ഞാൻ കാണത്തുള്ളൂ. വെറും കോപ്പെന്നുള്ള രീതി. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.